ഇന്ന് നിങ്ങളുടെ മുമ്പാകെ സംസാരിക്കുന്നത് പാസ്റ്റർ ആന്റണിയാണ്. ആന്ധ്രാപ്രദേശ് ഗുണ്ടൂർ ബാപ്പട്ട് എന്ന പ്രദേശത്താണ് തന്റെ താമസ സ്ഥലം. ഇപ്പോൾ ഇവിടെ IPC ബൈബിൾ കോളേജിൽ താനും തന്റെ വൈഫും രണ്ടുപേരും ഒരുമിച്ച് ദൈവത്തിലായിരിക്കുന്നു. പഠിപ്പിക്കുന്ന സബ്ജക്ട് ഹിസ്റ്ററിയാണ്. ചേച്ചി എന്നാണ് ഞാൻ വിളിക്കുന്നത്. ചേച്ചി പഠിപ്പിക്കുന്ന സബ്ജക്ട് മിഷൻ ആണ്. ചേച്ചിയുടെ പേര് ഷീന. അവർക്കൊരു കൊച്ചുണ്ട്, 2 വയസ്സാകുന്ന ഒരു കുഞ്ഞു കൊച്ചുണ്ട്. അതിനുപരിയായിട്ട് ഞങ്ങൾ 5 വർഷം ഒരുമിച്ച് ഒരു ബൈബിൾ കോളേജിൽ പഠിച്ചവരാണ്, ഒരു ക്ലാസ്സിൽ നിന്ന് പഠിച്ചവരാണ്. പ്രിയ സിബിനും ഇന്നിവിടെ ഉണ്ട്. സിബിനെ നിങ്ങൾക്ക് പലർക്കും അറിയാം. ഞങ്ങൾ 3 പേരും ഒരു ബൈബിൾ കോളേജിൽ പഠിച്ച് 1 വർഷം ഗ്രാജുവേറ്റ് ആയവരാണ്. ദൈവം സഹായിച്ച് ദൈവത്തിന്റെ വേലയിലായിരിക്കാൻ, കേരളത്തിന്റെ വേലയിലായിരിക്കാൻ ഞങ്ങൾക്ക് 3 പേർക്കും ദൈവം ഞങ്ങൾക്ക് നല്ലൊരു ഭാഗ്യം നൽകി തന്നു. ദൈവത്തിൽ സംസാരിക്കുന്നത് പ്രിയ ടോണി ആയിരിക്കും. എല്ലാവർക്കും ഇംഗ്ലീഷ് മനസ്സിലാക്കുമോ അതോ ഇംഗ്ലീഷ് ടു മലയാളം ട്രാൻസ്ലേഷൻ വേണോ അതോ ഇംഗ്ലീഷ് टू हिंदी ट्रांसलेशन വേണോ? इंग्लिश समझ आता है थोड़ा थोड़ा, इसलिए आज ट्रांसलेशन का समय मेरे मलयालम में ट्रांसलेट करूंगा. आप लोग इंग्लिश समझने के लिए कोशिश करना. बीच में कुछ बातें मैंने हिंदी में भी बताऊंगा. अभी ताली बजाते हुए टोनी सर को स्वागत करेंगे. करंगल अड़चोड़ नमस्कार. Hallelujah. Hallelujah. Grace to you and peace in the name of God the Father and our Lord Jesus Christ. പിതാവായ ദൈവത്തിനും തന്റെ കരുണ തന്റെ മഹിമയിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ എന്റെ ആശംസകൾ അറിയിച്ചുകൊള്ളുന്നു. As it has been already told, my name is Anthony and I am from Andhra Pradesh. നിങ്ങൾ ഓൾറെഡി അറിയുകയുണ്ടായി. ഇദ്ദേഹത്തിന്റെ പേര് ആന്റണി എന്നാണ്. ആന്ധ്രാപ്രദേശിൽ നിന്നാണ് കടന്നു വന്നിരിക്കുന്നത്. I thought I'll introduce myself, but Jinsan sir didn't give me that opportunity to introduce myself. ഞാൻ വിചാരിച്ചത് തന്റെ പേര് ഇവിടെ വന്നതിന് ശേഷം വെളിപ്പെടുത്താമെന്നാണ്, പക്ഷെ ഞാൻ ഓൾറെഡി വെളിപ്പെടുത്തിയിരിക്കുന്നു. Anyway, it is not about the introductions. It doesn't matter who is speaking. It matters only how much God speaks to us. കാര്യം ഏതായാലും എന്റെ ഇൻട്രൊഡക്ഷനിലോ ആര് സംസാരിക്കുന്നതിലോ അല്ല കാര്യം, ദൈവം നമ്മളോട് എന്ത് സംസാരിക്കുന്നു, ദൈവം എന്ത് സംസാരിക്കുന്നു എന്നതിലാണ് കാര്യം. Before we go into further God's message, we will look into the scripture portion for today's meditation. ഇന്ന് നമ്മൾ ധ്യാനത്തിലേക്ക് കടന്നു പോകുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഇന്ന് വായിക്കുന്നത് നമുക്ക് ധ്യാനിക്കുവാനുള്ള വചന ഭാഗത്തിലേക്ക് നമുക്കൊന്ന് കണ്ണുകളോടിക്കും. Scripture portion for today's meditation is taken from 1 John chapter 2 verse 15 to ഭാഗം യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം അതിന്റെ 2-ാം അധ്യായം 15-ാം വചനം. 1 John chapter 2 verse 15 through 17. 1 യോഹന്നാന്റെ ലേഖനം അതിന്റെ 2-ാം അധ്യായം 15-ാം വചനം നിങ്ങൾക്ക് വായിക്കുന്നു. ലോകത്തെയും ലോകത്തിനുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹം ഇല്ല. 16 ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാം പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആവുന്നു. 17 ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Before we look further, let us pray. നമുക്ക് നിമിഷം നമ്മുടെ കണ്ണുകൾ അടച്ചു പ്രാർത്ഥിക്കാം. Gracious God, Heavenly Father, thank you, Lord, for this time that you have given us. Lord, as we come to your throne of grace, O Father, Lord, seeking your wisdom, seeking your spirit. Lord, we ask for your grace to help us, O Father, to understand the words that has been written with the inspiration of your spirit, O Lord. But as we go further, speak to us, speak to each and every one of us. Father God, Lord, fill us with your spirit as we leave from here. In Christ's name we pray. Amen. Greetings to you all in the name of our Lord and Savior Jesus Christ. നമ്മുടെ രക്ഷിതാവും നമ്മുടെ പിതാവുമായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാൻ വന്ദനം അറിയിച്ചുകൊള്ളുന്നു. The scripture portion taken for today's meditation starts with one phrase. ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്ന വചനഭാഗം തുടങ്ങുന്നത് ഒരു വാക്കിലാണ്. Do not love the world. അവിടെ എഴുതി വെച്ചിരിക്കുന്നത് ലോകത്തെ സ്നേഹിക്കരുത്. Do not love.
സ്നേഹിക്കരുത് എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. One of the things as we grow as Christians, we were told is to love. നമ്മൾ ക്രിസ്ത്യാനികളായിരുന്ന ക്രിസ്ത്യൻ ജീവിതത്തിൽ ക്രിസ്ത്യ പാരമ്പര്യത്തിൽ വന്നവർക്കും എല്ലാവരോടും നമ്മൾ പറഞ്ഞു കൊടുത്തത് കാര്യമാണ് സ്നേഹിക്കുക എന്നുള്ളത്. When we look at the life of Jesus, it is all about love. നമ്മൾ യേശു കർത്താവിന്റെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ അവിടെ കാണുവാൻ സാധിക്കുന്നത് സ്നേഹത്തെ കുറിച്ച് മാത്രമാണ്. Now all through the scripture, when we look at how a Christian should live, it is all about love. You have to love. വേദഭാഗത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ വചനഭാഗം നമ്മോട് പറയുന്നത് ഒരു ക്രിസ്ത്യനായിരിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ സ്നേഹിക്കണം, സ്നേഹത്തിനെ കുറിച്ച് മാത്രമാണ് എഴുതി വെച്ചിരിക്കുന്നത്. Bible, in one of the greatest verses written in the Bible is John 3:16. ഏറ്റവും മഹത്തേറിയ ഒരു വചനം നമുക്ക് എല്ലാവർക്കും അറിയാം, യോഹന്നാന്റെ സുവിശേഷം 3:16. One of our children can recite it for us. നിങ്ങൾക്ക് ആരെങ്കിലും വചനം അറിയാമെങ്കിൽ നിങ്ങൾക്ക് കാണപ്പെടാൻ പറയാം. യോഹന്നാൻ 3:16. यूहन्ना 3:16 अगर आप लोगों को पता है तो खड़े होकर बता सकते हैं. परमेश्वर ने जगत से ऐसा प्रेम किया कि उसने अपने लाडले पुत्र को दे दिया ताकि जो कोई इस पर विश्वास करे वह नाश न हो परंतु अनंत जीवन पाए. Amen. Excellent. God so loved the world. പിതാവാൻ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു. When God himself loved the world, how as we his followers can deny loving the world? അപ്പോൾ നമുക്കുണ്ടാകുന്ന ചോദ്യം, ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചപ്പോൾ നമ്മൾക്ക് എങ്ങനെ ഈ ലോകത്തെ ത്യജിക്കാനായിട്ട് സാധിക്കും? And when Jesus was asked by a lawyer, what is the greatest commandment written in the word of God? ഒരു ലോയർ യേശു ക്രിസ്തുവിനോട് ചോദിച്ചത്, then Jesus replied to him saying that you need to love the Lord your God with all your heart, with all your mind and with all your soul. അവിടെ യേശു ക്രിസ്തുവിന്റെ ഉത്തരം ഇതായിരുന്നു. താൻ ചോദിച്ചത് ലോകത്തെ എങ്ങനെ ത്യജിക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഉത്തരം യേശു ക്രിസ്തു പറഞ്ഞത്, നീ നിന്റെ പിതാവിനെ നിന്റെ ഹൃദയത്തിൽ നിന്ന് സ്നേഹിക്കണം. And the second commandment Jesus says is you have to love your neighbor as yourself. രണ്ടാമത്തെ ആജ്ഞ യേശു ക്രിസ്തു പറയുന്നത്, നീ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. There is nothing more than to love God and to love your neighbor human being. അതിൽ കൂടുതലായിട്ട് ദൈവത്തെ സ്നേഹിക്കുന്നതായിട്ട് വേറൊരു കാര്യമില്ല. നമ്മൾ മനുഷ്യരെ സ്നേഹിക്കുന്നവരായിരിക്കും. So when the whole scripture narrates to us the story of love of God to us through Jesus Christ, how John in this letter, in this epistle is writing, do not love. അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത്, മുഴുവൻ വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നിങ്ങൾ എല്ലാവരെയും സ്നേഹിക്കണമെന്നാണ്. അങ്ങനെയുള്ള സന്ദർഭത്തിൽ 1 യോഹന്നാൻ 2:15 എഴുതി വെച്ചിരിക്കുന്നു, നിങ്ങൾ ലോകത്തെ സ്നേഹിക്കരുത്. This is why it is very important to understand the words that are written in the scripture. അതുകൊണ്ടാണ് നമുക്ക് ഓരോ വചനത്തിനെയും അതിന്റെ അർത്ഥവത്തായ രീതിയിൽ മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട്. When John in his letter he was writing, or in his gospel, even if we look at his gospel when he is writing, there are 3 types of words that he talked about. ഇവിടെ യോഹന്നാൻ തന്റെ ലേഖനം എഴുതുന്ന സമയത്ത് 3 ഡിഫറന്റ് വേറെ തരങ്ങളായ ലോകത്തെക്കുറിച്ച് സംസാരിക്കുന്നു. 3 meanings of the word. ഈ ലോകത്തിന്റെ 3 അർത്ഥങ്ങളെയാണ് അത് കാണിക്കുന്നത്. First one is the cosmos, or the nature, the creation that is created by God. അതിന്റെ ഒന്നാമത്തെ കാര്യമാണ് ദൈവം ഉണ്ടാക്കിയ സൃഷ്ടികളെല്ലാം ചൂണ്ടിക്കാണിക്കുന്നു. The sun, the light, the moon, the night, the trees, the animals, the plants that we see, and everything, all everybody around us. സൃഷ്ടികൾ എന്ന് വെച്ചാൽ ചന്ദ്രനെയും സൂര്യനെയും ഈ ചെടികളെയും ഈ ഇവിടെയുള്ള എല്ലാ ജീവജന്തുക്കളെയും ചൂണ്ടിക്കാണിക്കുന്നു. And the second one, John writes in the sense of human beings, the ones who live with us. രണ്ടാമത്തെ അർത്ഥം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് നമ്മളോട് കൂടെ താമസിക്കുന്ന ഒരു മനുഷ്യന്റെ രൂപേണയാണ്. And the third sense of word that John writes is about a world or a creation that is anti-Christ. മൂന്നാമത്തെ അർത്ഥം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് ഒരു ലോകം, ആ ലോകത്തിലുള്ള എല്ലാ കാര്യങ്ങളും യേശുക്രിസ്തുവിന്റെ വാക്കുകൾക്ക് വിരോധമായി നിൽക്കുന്നു. This world has nothing to do with the love of God. ആ ഒരു ലോകത്ത്, ആ ഒരു പശ്ചാത്തലത്തിന് യേശുക്രിസ്തുവായിട്ട് ഒരു കാര്യവുമില്ല. This has nothing to do with the creation of God. ആ ഒരു ലോകത്തിന് യേശുക്രിസ്തുവിന്റെ സൃഷ്ടികളുമായിട്ടും ഒരു കാര്യവുമില്ല. This has nothing to do with the fellow neighbor who lives with us. ആ ലോകത്തിന് നമ്മുടെ അയൽക്കാരനുമായിട്ടും ഒരു കാര്യവുമില്ല. So John in his epistle he keeps on writing. That's why even when we look at John's gospel, when Jesus is talking, Jesus says, I am sending you into this world, but you are not of this world. നാം കാണാൻ സാധിക്കും, യോഹന്നാന്റെ സുവിശേഷത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് യേശു കർത്താവ് നമ്മോട് പറയുന്നത്, ഞാൻ നിങ്ങളെ ഈ ലോകത്തിലേക്ക് അയക്കുന്നു എന്നാണ്.
See how irony it is, how irony it is that John himself says, God loved the world, and John himself says, you are not of this world. നിങ്ങൾ ഇതിനെക്കുറിച്ച് ചിന്തിച്ചു നോക്കുക. യോഹന്നാൻ തന്നെ പറയുന്നു, നിങ്ങൾ ഈ ദൈവം ഈ ലോകത്തെ സ്നേഹിച്ചു എന്ന് പറഞ്ഞതിന് ശേഷം താൻ പറയുന്നു, നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്. And so this is a world that is filled with sin. ആ ഒരു ലോകത്തെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നത് ഈ ഒരു ലോകത്ത് പാപത്താൽ നിറഞ്ഞിരിക്കുന്നു. This is a command that is given to the Christian community that you are not expected to love. ഇത് ഒരു ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ, ഒരു ക്രിസ്ത്യൻ സമൂഹത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു ആജ്ഞയാണ്, നീ ഈ ലോകത്തിനുള്ളവനല്ല. Maybe this is the only one time ever written in the Bible to a Christian as a command not to love. ഇത് ചിലപ്പോൾ ആദ്യ ഭാഗമായിരിക്കും, ഇല്ലെങ്കിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ക്രിസ്ത്യാനിയോട് വചനം പറയുന്നത്, നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്. When God himself is love, and here it says, do not love because of the sinness of the world. The love itself is becoming sin. പിതാവാം ദൈവം തന്നെ ഒരു സ്നേഹമാണ്. താൻ സ്നേഹമായിരിക്കുമ്പോൾ നമ്മളോട് പറയുന്നത്, ഈ ലോകത്തെ നിങ്ങൾ സ്നേഹിക്കരുത്. The love sometimes can become sin. ചില സന്ദർഭങ്ങളിൽ ഈ സ്നേഹം ഒരു പാപമായി തീർന്നേക്കാം. The same word that is used, agape, the love of God, which is used for the word that is the love that is God shown by God to us, can become sin in certain conditions. നമുക്ക് വചനത്തിൽ കാണുവാൻ സാധിക്കുന്നു, ഗ്രീക്കിൽ ഇതിന്റെ സ്നേഹമില്ല, ലവ് എന്നുള്ള വാക്കിന്റെ ശബ്ദമില്ലെങ്കിൽ അർത്ഥം ഇതാണ്, അഗാപ എന്നാണ്. ചില സമയങ്ങളിൽ ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമായി തീർന്നേക്കാം. What are the reasons? What can be the conditions, or what can be the scenario in which love can become a sin is what we are going to meditate on. നിങ്ങൾ ചിന്തിച്ചു നോക്കുമ്പോൾ നമ്മൾ ചിന്തിക്കാൻ പോകുന്ന കാര്യം ഇതാണ്, ഏതൊക്കെ സന്ദർഭങ്ങളിലാണ് ഈ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഒരു പാപമായി തീരുന്നത്. First thing, when we look at verse 15, it says, do not love the world or anything in the world. If anyone loves the world, love of the Father is not in them. രണ്ടാമത്തെ യോഹന്നാൻ ലേഖനം 2:15 എഴുതി വെച്ചിരിക്കുന്നത്, ലോകത്തെയും ലോകത്തിലുള്ളതിനെയും സ്നേഹിക്കരുത്. ഒരുവൻ ലോകത്തെ സ്നേഹിക്കുന്നുവെങ്കിൽ അവനിൽ പിതാവിന്റെ സ്നേഹമില്ല. Do not love the world. The direction, when love is directed to a wrong object, when the object of love is wrong, then love can become sin. എന്റെയും നിങ്ങളുടെയും ഈ സ്നേഹം ഒരു ചീത്ത കാര്യത്തിലേക്ക് നമ്മളെ നയിക്കുന്നുവെങ്കിൽ ആ സ്നേഹം നമുക്കുള്ളതല്ല എന്നാണ് വചനം പറയുന്നത്. That's why when John is writing, he is not talking about love for creation that God has created for us. അതുകൊണ്ടാണ് യോഹന്നാൻ ലേഖനം എഴുതുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, സൃഷ്ടികളാൽ ദൈവം സൃഷ്ടിച്ച ആ ഒരു സൃഷ്ടിയുടെ സ്നേഹത്തിനെ കുറിച്ചല്ല. Of course, some people may love sunrise. ചില ആൾക്കാർ സൂര്യോദയത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. Some people may love sunset. ചില ആൾക്കാർ സൂര്യന്റെ അസ്തമയത്തെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. And when we go to some of the beautiful places, we admire God's creation. We say, what the beauty that God has created in this, put in this creation. ചില ഭംഗിയുള്ള പ്രദേശങ്ങളിൽ, സ്ഥലങ്ങളിൽ നമ്മൾ പോകുമ്പോൾ നമ്മളൊന്ന് ചിന്തിച്ച് നമ്മൾ ആലോചിക്കുന്ന കാര്യമാണ്, എത്ര സുന്ദരമായിട്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചിരിക്കുന്നതെന്ന്. And I will say, all of us are blessed to be in this place, in this part of India, Kerala, because this is one of the very beautiful places in the world. നമ്മളെല്ലാവരും ഈ ഭാരതത്തിൽ, ഇന്ത്യയിൽ താമസിക്കുന്നവരാണ്. നമുക്ക് കാണുവാൻ സാധിക്കും നമ്മുടെ ഈ സ്വദേശം കേരള എത്ര ഭംഗിയേറിയ സുന്ദരമായ സ്ഥലമാണ്. When we look at some of these beautiful sceneries here around in Kerala, we praise God for what God has done in the creation. നമ്മൾ ഈ കേരളത്തിൽ ഇപ്പൊ നമ്മൾ 4 സ്ഥലങ്ങളിലേക്ക് നമ്മൾ ചുറ്റി നോക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എത്ര ഭംഗിയായിട്ടാണ് ദൈവം ഇതെല്ലാം സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത്. So love for creation is not a problem. When we love creation, it is not a problem. നമ്മൾ സൃഷ്ടികളെ സ്നേഹിക്കുന്നത് ഒരു തെറ്റായ കാര്യമല്ല. But if you worship creation, that is a problem. പക്ഷേ നമ്മൾ എന്താണോ സൃഷ്ടിയെ ആരാധിക്കാൻ തുടങ്ങുന്നത് അതൊരു പാപമായി തീരുന്നു. You can love the creation that God has made for us, but you cannot worship the creation that God has made. കാര്യം ഇതാണ്, നമുക്ക് സൃഷ്ടികളെ സ്നേഹിക്കാം, പക്ഷെ ഒരിക്കലും ഈ സൃഷ്ടികളെ ആരാധിക്കുവാൻ പാടില്ല. The second kind of love that John talks about is the human beings that are with us, the neighbors. രണ്ടാമത്തെ സ്നേഹം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നത് മനുഷ്യരെ കുറിച്ച് തന്നെയാണ്, നമ്മുടെ അയൽക്കാരെ കുറിച്ച്. We have to love everybody, every being.
despite or in spite of their sinful nature. നമ്മൾ എല്ലാ ജീവികളെയും നമ്മൾ സ്നേഹിക്കേണ്ടവരാകുന്നു. It is not because they are sinful and we are holy. We are not holy that we can hate anybody. അവർ പാപികളാണ്, ഞാൻ പരിശുദ്ധനാണ്, ആ ഒരു ഭാവത്തിലല്ല എല്ലാവരും ഒരുപോലെയായിരിക്കും. We have to love knowing that sin, even though we all are sinful, God still died for us. കാര്യമില്ലാണ്, നമ്മൾ എല്ലാവരും പാപികളായിരുന്നപ്പോഴും യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു. God died for us when we are, all of us are sinners. Knowing this fact, we have to understand that we have to love our neighbors as ourselves because they are no less or no greater than us in sin. ഈ സത്യാവസ്ഥ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമ്മൾ പാപികളായിരുന്നപ്പോൾ തന്നെ അവൻ നമ്മളെ യേശു കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചു, നമ്മളെ സ്നേഹിച്ചു. അങ്ങനെ ഇരിക്കെ നമ്മുടെ അയൽക്കാരെ സ്നേഹിക്കേണ്ട കടമ എനിക്ക് നിങ്ങൾക്കുള്ളതാണ്. That's why the command, love your neighbor as yourself. അതുകൊണ്ടാണ് ആജ്ഞയിൽ എഴുതി വെച്ചിരിക്കുന്നത്, നിന്റെ അയൽക്കാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കുക. First love you and then how you love yourself is the way you have to love your neighbor. ആദ്യം നീ നിന്നെ തന്നെ സ്നേഹിക്കുക, അതേപോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക. But there is another word that John is talking about particularly. That word has to be hated. വേറെ ലോകത്തെ കുറിച്ചാണ് ഇവിടെ യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു. ആ ലോകത്തെ നമ്മൾ വെറുക്കേണ്ടവരാകും. This is a word that is completely against to the word of God. ആ ഒരു ലോകം ദൈവത്തിന്റെ വചനത്തിന് വിരോധമായ ഒരു ലോകമാണ്. They don't want to entertain any kind of godly nature in their existence. ആ ഒരു ലോകത്ത് ദൈവികമായ ഒരു കാര്യങ്ങളെയും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ആ ലോകത്തിലുള്ളവർ ലോകം തന്നെ ആലോചിക്കുന്നില്ല. And this word is very, very deeply rooted in sin. ആ ഒരു ലോകം വളരെ ആഴമായി പാപത്തിൽ വേറിട്ടിരിക്കുന്നു. When the object of our love is that word, then our love becomes sin. കാര്യം എന്താണ്? നമ്മുടെ സ്നേഹം ആ ലോകത്തിലായിരിക്കുന്നുവെങ്കിൽ ആ ഒരു സ്നേഹം പാപമാണ്. John is not saying hate the actions of the world. യോഹന്നാൻ ഇങ്ങനെ പറയുന്നില്ല, ഈ ലോകത്തിന്റെ പ്രവൃത്തികളെ നിങ്ങൾ ത്യജിക്കൂ എന്ന് പറയുന്നില്ല. Sometimes how we behave is very, very funny. ചില സമയങ്ങളിൽ നമുക്ക് നമ്മുടെ സ്വഭാവത്തെ കുറിച്ച് ആലോചിക്കാൻ നല്ല ചിരി വരുന്ന കാര്യമാണ്, തമാശയായിട്ട് തോന്നും. We don't do an action of sin, so we think it is okay to love it. നമ്മൾ തെറ്റായ ഒരു ആക്ഷൻ, ഒരു പ്രവൃത്തി നമ്മൾ പ്രവർത്തിക്കുന്നില്ല, അത് സ്നേഹമായി തീരുമെന്ന് വിചാരിച്ചു. Sometimes when we look at the movies, when we see the movies or some kind of a hero role, we make them as role models. We want to style like them. We want to make ourselves look like them. ചില സിനിമകൾ കണ്ടതിന് ശേഷം പലരും അതിൽ അഭിനയിക്കുന്ന നടനെ പോലെയോ നടിയെ പോലെയോ ആയി തീരാനായിട്ട് ആഗ്രഹിക്കുന്നവരുണ്ട്. I'll tell you one of my own sinful life that I have come out from. ഞാൻ എന്റെ അനുഭവം നിങ്ങളുടെ മുമ്പിൽ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നു. I was in my 7th class when I first started thinking about one of the deepest cravings of this flesh that I have to come out from. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ ശരീരത്തിൽ ഞാൻ ആലോചിക്കേണ്ടാത്ത ഒരു കാര്യം ഞാൻ ആലോചിക്കാൻ തുടങ്ങിയത്. In my 7th class, one of the movie got released and I saw the main lead actor in the movie smoking. 7ാം ക്ലാസ്സിൽ വെച്ചാണ് ഞാൻ അന്ന് 7ാം ക്ലാസ് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു സിനിമ റിലീസായി. അതിൽ നടൻ പുകവലിക്കുന്ന ഒരു സീനാണ് ഞാൻ കണ്ടത്. I used to love it. ഞാൻ ആ നടന്റെ പ്രവൃത്തിയെ ഞാൻ സ്നേഹിക്കാൻ തുടങ്ങി. I am son of a pastor. ഞാൻ ഒരു പാസ്റ്ററുടെ മകനാണ്. I used to go to church. ഞാൻ ചർച്ചിൽ പോകുന്ന ഒരു വ്യക്തിയായിരുന്നു. I used to sing. ഞാൻ പാട്ട് പാടുന്ന ഒരു വ്യക്തിയായിരുന്നു. I used to take the offerings. ഓഫറിംഗ് കൊടുക്കുന്ന സമയത്ത് ആ പാത്രമായിട്ട് ഞാൻ നടത്തുമായിരുന്നു. I used to participate in all these activities of the church. ചർച്ചിലെ ഓരോ പ്രവൃത്തിയിലും ഞാനും ഭാഗസ്വാമിയാകുമായിരുന്നു. Since I don't smoke physically, I used to think my love for smoking is okay. ഞാൻ പുകവലിക്കുന്ന വ്യക്തിയല്ലായിരുന്നു, പക്ഷെ ഞാൻ വിചാരിച്ചു പുകവലിക്കുന്നവരെ സ്നേഹിക്കുന്നത് ഓക്കെയാണ്, അങ്ങനെ സ്നേഹിക്കാമെന്ന്. When I look at those people, I used to think that what kind of people can spoil their own health. ഞാൻ അവരെ നോക്കി ചിന്തിക്കുമായിരുന്നു, വിചാരിക്കുമായിരുന്നു അവർ അവരുടെ ആരോഗ്യത്തെ തന്നെ ചീത്തയാക്കിക്കൊണ്ടിരിക്കുന്നു. I used to think I am some kind of a holy person because I don't do it. ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ പുകവലിക്കുന്ന ഒരു വ്യക്തിയല്ല, അപ്പോൾ ഞാൻ ഒരു പരിശുദ്ധനാണെന്ന്. That one lust or
for sin that has taken root in my life at a very early age. It has taken almost 16 years of my life to come out of it. ആ ഒരു ചെറിയ ചിന്ത എന്റെ ജീവിതത്തിൽ അത്ര ആഴമായി താഴ്ന്നിരുന്നുകൊണ്ട് ഞാൻ അതിൽ നിന്ന് വെളിയിൽ വരാനായിട്ട് 16 വർഷം കഷ്ടപ്പെടേണ്ടി വന്നു. See, when you are small and when you are young, when you see the root of it, you cannot see the fruit. You don't see the fruit immediately. You just see the roots. നിങ്ങൾ ഈ ചെറുപ്രായത്തിലായിരിക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലും ഈ ചെറു ചിന്തയുടെ വേരുകൾ കാണാനായിട്ട് സാധിക്കും. അതിന്റെ ഫലങ്ങൾ ചിലപ്പോൾ കണ്ടില്ല എന്ന് വരും. But when that root take deep into your heart, it is very hard to pluck it out of your heart. അങ്ങനെയുള്ള ചിന്തകൾ നിങ്ങളുടെ ജീവിതത്തിൽ വേരുറപ്പിച്ചു കഴിഞ്ഞാൽ അതിനെ പറിച്ചു കളയാനായിട്ട് വളരെ വളരെ കഷ്ടമേറിയ അവസ്ഥയാണ്. Here John is not talking about the act of sin. ഇവിടെ യോഹന്നാൻ പാപത്തിന്റെ പ്രവൃത്തികളെ കുറിച്ചല്ല പറയുന്നത്. He is not about the act of doing or committing a sin. ഇവിടെ ഒരു പ്രവൃത്തി നമ്മൾ ചെയ്യുന്നതോ ഒരു പ്രവൃത്തിയിലൂടെ നമ്മൾ നടക്കുന്നതിനെ കുറിച്ചല്ല പറയുന്നത്. He is talking about the love for it. ഇവിടെ യോഹന്നാൻ പറയുന്നത് ആ ഒരു ചീത്ത പ്രവൃത്തിയുടെ മേൽ നമുക്കുള്ള സ്നേഹത്തെ കുറിച്ചാണ്. You and I as a church going Christian may act as very holy when we come outside. നമ്മൾ ചർച്ചിൽ പോകുന്ന സഭയിൽ പോകുന്ന വിശ്വാസികൾ ചിലപ്പോൾ വെളിയിൽ നടക്കുമ്പോൾ നമ്മൾ നാടകം കളിക്കും ചിലപ്പോൾ നമ്മൾ പരിശുദ്ധരാണെന്ന്. Where is your love directed to? പക്ഷേ എന്റെ നിങ്ങളുടെ സ്നേഹം ഏത് വസ്തുവിന്റെ മേലാണ്? What are the things that you love in your life? നിങ്ങളുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് നിങ്ങൾ സ്നേഹിക്കുന്നത്? Do we love things of God? നമ്മൾ ദൈവികമായ കാര്യങ്ങൾ സ്നേഹിക്കുന്നവരാണോ? Or do we love the things of this world? അതോ നമ്മൾ ഈ ലോകപരമായ കാര്യങ്ങൾ സ്നേഹിക്കുന്നവരാണോ? It is not just about smoking or drinking or adultery I am talking about. ഇവിടെ ഈ ലോകത്ത് നടക്കുന്ന പുകവലി, വ്യഭിചാരം ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചല്ല ഞാൻ സംസാരിക്കുന്നത്. There are things that we know of ourselves that are dark inside our hearts. നമുക്ക് നമ്മളെ കുറിച്ച് തന്നെ അറിയാം ചില കാര്യങ്ങൾ നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് ഒളിച്ചിരിക്കുന്നു എന്ന്. Nobody will know outside about it. അതിനെ കുറിച്ച് വെളിയിൽ ആർക്കും അറിയാൻ സാധിക്കുകയില്ല. Outside when we come, we will wear a hand, we will get ready like a gentleman and ladies, and we will come out and act as if like we are very professional social beings. കാരണം നമ്മൾ നന്നായിട്ട് തയ്യാറായി ഒരുങ്ങി വരുമ്പോൾ നമ്മളിലുള്ള ആ കാര്യങ്ങളെ കാണാനായിട്ട് ആർക്കും സാധിക്കില്ല. കാരണം നമ്മൾ അങ്ങനെയുള്ള സ്വഭാവമാണ് വെളിയിൽ കാണിക്കുന്നത്. Deep inside our hearts, we have the dark nature of sin that is taken deep root in our hearts. പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ആഴത്തിൽ ആ പാപത്തിന്റെ പ്രവൃത്തിയിൽ മേലുള്ള സ്നേഹം ഇപ്പോഴും ഉറച്ചിരിക്കുന്നവരുണ്ട്. If you have such a love for this world, God's words command today that do not love this world. അങ്ങനെയുള്ള പ്രവൃത്തിയിലുള്ള സ്നേഹം നിങ്ങളുടെ ജീവിതത്തിൽ ആഴമായി ഉറച്ചിട്ടുണ്ടെങ്കിൽ ദൈവവചനം നിങ്ങളോട് പറയുന്നത് ഈ ലോകത്തിലുള്ളതിനെ സ്നേഹിക്കരുത് എന്നാണ്. So the first thing that we as Christians have to be careful about love when we love is what is the object of our love. നമ്മൾ ക്രിസ്ത്യാനികളായിരിക്കുന്നവർ സ്നേഹിക്കുമ്പോൾ നമ്മൾ വളരെ വ്യക്തമായിട്ട് നോക്കി സ്നേഹിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിനെ കുറിച്ചുകൂടെ കാണാൻ സാധിക്കുന്നു. Is it God or God's creation? നമ്മൾ ദൈവത്തെയാണോ സ്നേഹിക്കേണ്ടത് അതോ ദൈവത്തിന്റെ സൃഷ്ടികളെയാണോ? Is it God or this world? നമ്മൾ ദൈവത്തിനെയാണോ സ്നേഹിക്കേണ്ടത് അതോ ഈ ലോകത്തിനെയാണോ സ്നേഹിക്കേണ്ടത്? So we need to be careful about the object of our love. ഈ കാര്യത്തിൽ നമ്മൾ വളരെ വളരെ സൂക്ഷിക്കേണ്ടതാണ്. നമ്മൾ ഏത് സാധനമാണ് നമ്മൾ സ്നേഹിക്കുന്നതെന്ന്. The second thing that we have to be careful about love is written in verse 16. രണ്ടാമത്തെ സ്നേഹത്തെ കുറിച്ച് നമ്മൾ സ്നേഹിക്കേണ്ട കാര്യത്തെ കുറിച്ച് എഴുതി വെച്ചിരിക്കുന്നത് 16-ാം വചനത്തിലാണ്. For everything in the world, the lust of the flesh, the lust of the eyes, and the pride of life comes not from the Father but from the world. 16-ാം വചനം, ജഡമോഹം, കൺമോഹം, ജീവനത്തിന്റെ പ്രതാപം ഇങ്ങനെ ലോകത്തിലുള്ളത് എല്ലാ പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നത്രേ ആകുന്നു. In verse 15 he is telling that you have to be careful about the object of love. 15-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് നമ്മൾ സ്നേഹിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ സൂക്ഷിച്ചുകൊള്ളുക. In verse 16 he is talking about the source of love. 16-ാം വചനത്തിൽ എഴുതി വെച്ചിരിക്കുന്നത് ഈ സ്നേഹത്തിന്റെ ഉറവിടം എവിടെയെന്നാണ്. What is the source of things you love? നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം എവിടെയാണ്? He says it very clearly. It doesn't come out of the Father but from this world. അവിടെ കുറച്ച് കാര്യങ്ങൾ എഴുതി വെച്ചിട്ട് അവിടെ യോഹന്നാൻ പറയുന്നത് ഇതൊന്നും പിതാവിൽ നിന്നല്ല വരുന്നത് ലോകത്തിൽ നിന്നുള്ളതാണെന്ന്. He talks about three things. അവിടെ 3 കാര്യങ്ങളെ കുറിച്ച് എഴുതിയിരിക്കുന്നു. The lust of the flesh, ജഡമോഹം, the lust of the eyes, കൺമോഹം, the pride of life.
ജീവനത്തിന്റെ പ്രതാപം. The first two things, the lust of the eyes and the lust of the flesh, are very internal to your being. ജഡമോഹവും കൺമോഹവും നമ്മളിൽ തന്നെയുള്ള ഒരു കാര്യമാണ്. These things are very natural. These things are very, very dangerous. That is like a rotten tomb. It's the rotten body inside the tomb. അത് ഒരു ശവക്കല്ലറയിലുള്ള ഒരു അഴുകിയ ജഡം പോലെയാകുന്നു കൺമോഹവും ജഡമോഹവും. From outside we are the whitewashed tombs, but inside it is the rotten body. നമ്മൾ വെളിയിൽ കാണുമ്പോൾ അത് ഒരു നല്ല വെളുപ്പ് പോലെ തോന്നുന്നു, പക്ഷേ അകത്തു നിന്ന് അത് അഴുകിയിരിക്കുന്നു. The lust of the flesh, of what we are very desirous about what our flesh wants. ജഡമോഹം കൺമോഹത്തെ കുറിച്ച് പഠിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നമ്മുടെ ഫ്ലഷ്, നമ്മുടെ മാംസം, ജഡം എന്ത് ആഗ്രഹിക്കുന്നു അതാണ് ആ രണ്ട് കാര്യങ്ങൾ. Whatever our flesh wants, for some people it may be adultery, for some people it may be drinking, for some people it may be drugs, or some people it may be food even. നമ്മുടെ ശരീരം നമ്മളിൽ നിന്ന് പല കാര്യങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ അത് ഈ ലോകപരമായ വൃത്തികെട്ട കാര്യങ്ങളായിരിക്കാം, ചിലപ്പോൾ ആഹാരമായിരിക്കാം, ചിലപ്പോൾ പല വേറെ കാര്യങ്ങളായിരിക്കാം. Many of us cannot stop when we look at food, you know. നമ്മൾ പലർക്കും ചില ഫുഡ് ആഹാര പദാർത്ഥങ്ങൾ കാണുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ നിർത്തുവാൻ സാധിക്കുകയില്ല. When we see some biryani, നമ്മൾ ബിരിയാണി കാണുമ്പോൾ നമുക്ക് അത് കഴിക്കാൻ തോന്നും. every night it is dieting, but biryani day it is cheat day. What was that day? Sorry? Cheat day. Cheat day? Cheat day, yeah. Yeah, for every night it is a diet night, but when it is biryani it is cheat night, cheat diet, something cheat day. എല്ലാ രാത്രികളും നമുക്ക് ഡയറ്റിങ്ങിന്റെ ദിവസങ്ങളായിരിക്കും, പക്ഷെ ബിരിയാണി കഴിക്കുന്ന രാത്രി നമുക്ക് പറ്റിക്കാൻ പറ്റുന്ന ഒരു രാത്രിയായിരിക്കും. So for that one night we can give an excuse. കാര്യം ഇതാണ്, ആ ഒരു രാത്രി ബിരിയാണിയുടെ രാത്രി നമുക്ക് ഒരു ചെറിയ എക്സ്ക്യൂസ് പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി നിർത്താം. See, these things are very simple. These look very normal. It is a common thing as human being. നമ്മുടെ ജീവിതത്തിൽ ഇതൊരു വലിയൊരു കാര്യമല്ല, ഒരു കോമൺ ആയിട്ടുള്ള കാര്യമാണ്. See, but the desire of the flesh is so hard to stop that you break your discipline and rules for the sake of that craving. ജഡിക മോഹങ്ങൾ നമ്മളിൽ വരുമ്പോൾ നമ്മൾ നമ്മുടെ നിയമങ്ങളെ പോലും മാറ്റിവെച്ചുകൊണ്ട് ആ മോഹത്തിന്റെ പുറകെ പോകുന്നവരായി തീരും. No, we will not stop with that. We will not stop with what we are eating. We want everything that our flesh wants. നമ്മൾ കഴിക്കുന്ന കാര്യം മാത്രമല്ല, നമ്മുടെ ജഡീകമായ മോഹങ്ങൾ എന്തൊക്കെയുണ്ടോ എല്ലാം നമ്മളിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നവരാണ്. For some people it is cosmetics. ചില ആൾക്കാർക്ക് അവരുടെ കോസ്മെറ്റിക് ആയ കാര്യങ്ങളാണ്. For some people it is perfumes. ചില ആൾക്കാർക്ക് പെർഫ്യൂംസ് ആയിരിക്കും. For some people it is the costliest watches they wear. ചില ആൾക്കാർക്ക് അത് അവർ കയ്യിൽ അണിയുന്ന വാച്ച് ആയിരിക്കും. For some people it is the biggest or the big houses that they build. ചില ആൾക്കാർക്ക് അവരെ കൊണ്ട് സാധിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഭവനത്തെ കുറിച്ചുള്ള It ആശയമായിരിക്കും. is this temporal flesh or the body that we live in this world, it desires it and so we will want it. സുസ്ഥിരമല്ലാത്ത ഈ ശരീരം, ഈ ലോകത്ത് താമസിക്കുന്ന ഈ ജഡീക ശരീരം ആശിക്കുന്ന കാര്യങ്ങളുടെ പുറകെയാണ് അവർ പോകുന്നത്. And the second thing is the lust of the eyes. രണ്ടാമത്തെ കാര്യമാണ് കൺമോഹം. Maybe Jesus knows all these things very well. That's why he said, even if you look at with your eyes, it is sin. യേശു കർത്താവിനെ ഈ കാര്യം വളരെ വ്യക്തമായിട്ട് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹം യേശു കർത്താവ് പറഞ്ഞത്, നിങ്ങൾ കണ്ണുകളെ കൊണ്ട് നിങ്ങൾ തെറ്റായ രീതിയിൽ കാണുന്നുവെങ്കിൽ അതും പാപമാണ്. The lust of the eyes, some people look at others and the things that they want. The lust of the eyes is visible vividly on their face. ചിലപ്പോൾ ചില ആൾക്കാരുടെ കണ്ണുകൾ കൊണ്ട് അവർ പല കാര്യത്തിലും മോഹിക്കുന്നത് അതുപോലും തെറ്റാണെന്ന് വചനം പറയുന്നു. Sometimes those of us who lived in the hostels, we have the experience of hostels, like how you all had. ഹോസ്റ്റലിൽ താമസിക്കുന്നവരാണെങ്കിൽ ഈ ഒരു എക്സ്പീരിയൻസ് നന്നായിട്ട് അറിയാവുന്നവരാണ്. Sometimes we will go into our friend's room. ചിലപ്പോൾ നമ്മൾ നമ്മുടെ കൂട്ടുകാരുടെ അടുത്തേക്ക് കടന്ന് റൂമിലേക്ക് ചെല്ലും. We will open their shelf. നമ്മളവിടെ ഷെൽഫ് തുറക്കും. There will be something to eat. അവിടെ എന്തെങ്കിലും അത് കഴിക്കാനുള്ള കാര്യങ്ങൾ ഉണ്ടായിരിക്കും. Just for the taste, one for the taste. ഇച്ചിരി നമ്മളെടുത്ത് കുറച്ച് മാത്രം ഒരു ടേസ്റ്റ് നോക്കാൻ വേണ്ടി മാത്രം കഴിച്ചത് വരാം. Or we will open the shelf and there will be money.
ചിലപ്പോൾ നമ്മൾ അവിടെ കാണുന്നത് പൈസയായിരിക്കും. then we will just take what we need. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ അവിടെ ചോദിക്കാതെ എടുക്കും. See, the eyes, the lust of the eyes is whatever we are seeing, we want it. നമ്മുടെ കണ്ണിന്റെ മോഹങ്ങൾ അങ്ങനെയാണ്. നമ്മൾ കാണുന്നത് എന്തൊക്കെയാണോ അത് നമുക്ക് വേണം എന്നുള്ള ഒരു മോഹം. Don't think the lust of the eyes just is only limited to adultery. നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വ്യഭിചാരമായ കാര്യങ്ങളിൽ മാത്രമല്ല കണ്ണിന്റെ മോഹം ഇരിക്കുന്നതെന്ന്. Everything that we see with our eyes with a lustful attitude is lust of the eyes, it is sin. തെറ്റായ മോഹരൂപത്തിൽ നമുക്ക് കണ്ണുകൾ കൊണ്ട് കാണുന്ന എല്ലാ കാര്യവും പാപമാണ്. These two are very internal to a being and very dangerous. അപ്പോൾ ജഡമോഹവും കൺമോഹവും നമ്മുടെ ഉള്ളിലുള്ള ചില ഒരു കാര്യമാണ്. അത് വളരെ ഭയാനകമായ ഒരു കാര്യമാണ്. And the third one is the pride of life. മൂന്നാമത്തെ കാര്യമാണ് ജീവനത്തിന്റെ പ്രതാപം. Some people are filled with pride. ചില ആൾക്കാർ അവരുടെ ജീവിതത്തിൽ ആ പ്രതാപം കൊണ്ട് നിറഞ്ഞിരിക്കുന്നവരാണ്. So when I say some people, don't think that I am pointing fingers at one of you. നിങ്ങൾ ആരെങ്കിലും പറയുന്നതായിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. I don't know any of you. What when I am saying some people, it is always directed to me. I am talking about myself. എപ്പോഴൊക്കെയാണോ some people നിങ്ങളിൽ പലരും എന്ന് പറയുമ്പോൾ അത് എന്നെ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ഒരു കാര്യമാണ്. What I am talking is I was once filled with pride. ഞാൻ ഇത് പറയുമ്പോൾ ഞാൻ ആലോചിക്കുന്നു ഒരിക്കൽ ഞാനും അങ്ങനെയായിരുന്നു. I don't know how many of you are humble enough to come before God, but I was filled with pride in all through my life, in all the days of my life. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് ദൈവത്തിന്റെ സന്നിധിയിൽ വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഒരു കാലത്ത് ഞാൻ ദൈവത്തിന്റെ മുന്നിൽ വരാൻ പോലും ആഗ്രഹിച്ച ഒരു വ്യക്തിയല്ല. I used to think I had something. ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ എന്തോ ഒരു വലിയ ആളാണ് എന്ന്. I used to think, why should I even have to care about these fellows who are lower than me? ഞാൻ വിചാരിക്കുമായിരുന്നു എന്നെക്കാളും ചെറിയവരെ ഞാൻ അവരെ കുറിച്ച് എന്തിനാണ് ആലോചിക്കുന്നതെന്ന്. I used to think I have very costly watch or I have very costly phone in my life. I am greater than somebody. ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ എല്ലാവരും മുതിർന്നവരാണ് ഉയർന്നവരാണ്. എന്റെ ജീവിതത്തിൽ എല്ലാ ഫോണും വാച്ചും എല്ലാം നല്ല കാരണം എന്റെ ജീവിതത്തിൽ. I used to think that I used to speak good English. I am much better than many other people, so I am better than all these people. ഞാൻ വിചാരിക്കുമായിരുന്നു ഞാൻ എല്ലാവരും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ എല്ലാവരും ഉത്തമനാണ് ഞാനെന്ന് വിചാരിക്കുമായിരുന്നു. The pride, I was taken away by pride. Trust me, my friends, and I am telling you, I was taken away by pride. That if God wouldn't have saved me, I would have been rotting in hell. ഞാൻ നിന്നോട് പറയാൻ ആഗ്രഹിക്കുന്നു ആ ഒരു അനുഭവത്തിൽ നിന്ന് ആ ഒരു പ്രതാപത്തിൽ നിന്ന് ദൈവം എന്നെ വിടുവിച്ചില്ലായിരുന്നുവെങ്കിൽ എന്റെ ജീവിതം വളരെ കഷ്ടം അനുഭവിക്കേണ്ട ജീവിതമായി തീരുമായിരുന്നു. Many of us may have the problem with pride. നമ്മൾ പലർക്കും ഈ ജീവന്റെ പ്രതാപത്തിന്റെ ഒരു അടിമത്തത്തിലാണ് നമ്മളുള്ളത്. Pride doesn't have to be visible so big as such. It's seen in small things every day that we do. ജീവനത്തിന്റെ പ്രതാപം ഇത് വെളിയിൽ കാണുന്ന ഒരു കാര്യമല്ല. So pride of life is a very vivid outward expression of these two inward sins that have taken deep root in our lives. അപ്പോൾ നാം കാണാൻ സാധിക്കുന്നത് ജഡമോഹത്തിന്റെയും കൺമോഹത്തിന്റെയും വെളിയിൽ കാണുന്ന ഒരു ഭാവമാണ് ജീവനത്തിന്റെ പ്രതാപം. And John is saying the source of our love, if the source of our love is this world, then these are the things that take root in our life. അപ്പോൾ യോഹന്നാൻ നമ്മോട് പറയുന്നത് നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം ഈ ലോകത്തിൽ നിന്നാണ് എങ്കിൽ ഈ മൂന്ന് കാര്യങ്ങളും നമ്മളിൽ കടന്നു വരുവാനിടയാകും. John says that the lust of the eyes, the lust of the desires of the flesh, the lust of the eyes and the pride doesn't come from God, but it comes from the world that is deeply rooted in sin. യോഹന്നാൻ ഇങ്ങനെ പറയുന്നു ജഡമോഹം കൺമോഹം ജീവിതത്തിന്റെ പ്രതാപം ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ പിതാവിൽ നിന്നല്ല ലോകത്തിൽ നിന്നാണ് അത്ര കടന്നു വരുന്നത്. So first thing he says that you have to be careful of the object of your love. അപ്പോൾ നമ്മൾ ചിന്തിച്ച കാര്യം ഇതാണ്, നമ്മൾ സ്നേഹിക്കുന്നത് എന്താണോ അതിനെ നമ്മൾ സൂക്ഷിക്കുക. The second thing that you have to be careful about is the source of the love that you have. രണ്ടാമത് നമ്മൾ സൂക്ഷിക്കേണ്ട കാര്യം ഇതാണ്, നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം എവിടെ എന്നുള്ളത്. If we doesn't have a caution for these two things, we are going to end up in sin. ഈ രണ്ട് കാര്യത്തിലും നമ്മൾ ഒരു സൂക്ഷ്മ വെച്ചില്ല എങ്കിൽ നമ്മൾ പാപത്തിന്റെ അടിമത്തത്തിൽ വീണു പോകും. How many of us knows that we have the love of God in us? നിങ്ങൾ എത്ര പേർക്ക് മനസ്സിലായിട്ടുണ്ട് എങ്കിലും നിങ്ങളിലും പിതാവാൻ ദൈവത്തിന്റെ സ്നേഹത്തിന്റെ ഉറവിടം ഉണ്ടായിരുന്നു. Just saying, that is why Jesus in Matthew, in the Gospel of Matthew, Jesus says that those who call me Lord, Lord,
the day when it comes, those who call me Lord, Lord are not going to come, are not going to be with me in heaven. അതുകൊണ്ടാണ് യേശുക്രിസ്തു സുവിശേഷത്തിൽ പറയുന്നത്, പിതാവേ പിതാവേ എന്ന് എന്റെ അടുക്കൽ വിളിച്ചുകൊണ്ട് വരുന്നവർ ആ ഒരു ദിവസത്തിൽ അന്തിമദിനത്തിൽ എന്റെ കൂട്ടത്തിൽ കാണുകയില്ല. These are the people who have spent their whole life saying that Jesus is Lord. ഈ ഒരു ജനക്കൂട്ടമാണ് യേശു കർത്താവാണ് പിതാവേ എന്ന് പറഞ്ഞ് അവരുടെ ജീവിതം മുഴുവൻ ജീവിച്ചവർ. Those people have access to God, Jesus, on the day of judgment, and they are going to speak to Jesus, saying that we have confessed your name as Lord. അവർക്ക് ചിലപ്പോൾ പറയാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു യേശുക്രിസ്തുവിന്റെ യേശുക്രിസ്തുവിന്റെ ജഡ്ജ്മെന്റ് സമയത്ത്. പക്ഷെ അവർ യേശുക്രിസ്തുവിന്റെ അടുത്ത് കടന്നു പോയില്ല. But Jesus is going to say, I never knew you. യേശുക്രിസ്തു അവരോട് പറയും, ഞാൻ നിങ്ങളെ അറിയുന്നില്ല. I never knew you. ഞാൻ നിങ്ങളെ അറിയുന്നില്ല. If that is the answer that we are going to receive from our Lord Jesus Christ, I am telling you, what we are doing here today in this world is being rooted in this world. നമ്മൾ യേശുവിന്റെ മക്കളാണെന്ന് അറിയുവാനായിട്ട് നമുക്ക് എത്ര നന്നായിട്ട് കാണുവാൻ സാധിക്കും. ആ ഒരു കാര്യം നമുക്ക് വചനത്തിൽ കാണുന്നു. We may say, we may confess His name, we may do miracles in His name, we may prophesy, but if we don't have the love of God, of the love for which the source is God and the end is God, the answer that we are going to listen from God is that I never knew you. നമ്മൾ പ്രവചിക്കുന്നവരായിരിക്കും, നമ്മൾ പ്രാർത്ഥിക്കുന്നവരായിരിക്കും, നമ്മൾ ആരാധിക്കുന്നവരായിരിക്കും. പക്ഷേ നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം പിതാവാൻ ദൈവത്തിൽ നിന്നല്ല എങ്കിൽ അവൻ നമ്മളോട് പറയും, നിങ്ങളെ ഞാൻ അറിയുന്നില്ല. Why is that world? Why John says that do not love this world? He clearly clarifies it in verse 17. 17-ാം അധ്യായത്തിൽ ലോകത്തിനെ എന്തുകൊണ്ട് സ്നേഹിക്കേണ്ട എന്നുള്ളതിന്റെ കാരണം യോഹന്നാൻ എഴുതി വെച്ചിരിക്കുന്നു. In verse 17 he says, the world and its desires pass away, but whoever does the will of God lives forever. 17-ാം വാക്യത്തിൽ എഴുതി വെച്ചിരിക്കുന്ന ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു. Just because I am preaching this sermon doesn't mean that I don't have the desires of flesh. ഞാനിവിടെ നിന്ന് നിങ്ങളുടെ മുമ്പാകെ നിന്ന് പ്രസംഗിക്കുന്നു, ഇതിന്റെ അർത്ഥം ഇതല്ല എനിക്ക് ഈ ലോകത്തിലുള്ള കാര്യത്തിൽ സ്നേഹമില്ല എന്നുള്ളതല്ല. Just because I am preaching here or standing here telling you all these things doesn't mean that I don't have the attitude of lust and of sin that comes into my mind when I look at the things on people. ഞാൻ നിങ്ങളുടെ മുമ്പാകെ നിന്നുകൊണ്ട് പ്രബോധിപ്പിക്കുന്നു, ഇതിന്റെ അർത്ഥം ഇതല്ല ഞാൻ പാപം ചെയ്യാത്തവനല്ല എന്നുള്ള കാര്യമല്ല. It doesn't mean that I don't have that urge to be pride. ഞാൻ ഇങ്ങനെയും പറയാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, എനിക്ക് എന്റെ ഈ ഒരു പ്രതാപം ഇല്ല എന്നും. One of the hardest things to be a Christian is to fight this urge against sin. നമ്മുടെ ക്രിസ്ത്യൻ ജീവിതം ജീവിക്കുന്ന വ്യക്തിയുടെ ജീവിതത്തിലുള്ള ഏറ്റവും വലിയ കഷ്ടമായ കാര്യം ഇങ്ങനെയുള്ള കാര്യത്തിൽ നിന്ന് അകന്നു നീക്കുക എന്നുള്ള കാര്യമാണ്. We don't fight this urge every day, every second, every minute of our life. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഇങ്ങനെയുള്ള ചിന്തകളിൽ മാറി ജീവിക്കുന്നവരല്ല എങ്കിൽ there may be a small chance that we give space for these things in our life. നമ്മുടെ ജീവിതത്തിൽ ചെറിയ സാവകാശം, ചെറിയ സ്ഥലം ഇങ്ങനെയുള്ള കാര്യത്തിൽ കൊടുത്താൽ മതി. After a few years you will see yourself that you are given completely into these sins. അങ്ങനെ ചെറിയൊരു സാവകാശം കൊടുത്തിട്ട് കുറെ നാളുകൾക്ക് ശേഷം നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ പൂർണ്ണമായും അങ്ങനെയുള്ള പ്രവൃത്തികൾ കൊടുത്തിരിക്കുന്നു എന്ന്. Just a small space today and a few years or a few days from now or a few years from now we all will be completely drowned in sin. ചെറിയൊരു സാവകാശം, പാപം ചെയ്യാനുള്ള സാവകാശം ചെറുതായിട്ട് കൊടുത്താൽ വരും കാലത്ത് അതിൽ മുഴുകി ജീവിക്കുന്നവരായി നമ്മൾ ഓരോരുത്തരും തീരും. Why? Because this world and its desires are going to pass away. They are not going to last long. കാരണം ലോകവും അതിന്റെ മോഹവും ഒഴിഞ്ഞു പോകുന്നു, അവ നിലനിൽക്കുന്നില്ല. Yes, we have to fight this on daily basis, every second and every minute of our life as long as we are living. But this world is going to pass away and these desires are going to die out soon. ഈ നമ്മൾ താമസിക്കുന്ന ഈ ലോകം എത്രയും പെട്ടെന്ന് ഒഴിഞ്ഞു പോകുന്നതാകുന്നു. അങ്ങനെയുള്ള സ്ഥലത്ത് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്ന് അകന്നു നിൽക്കണം. But those who does the will of God are going to live forever in the eternal life. പക്ഷേ ദൈവേഷ്ടം ചെയ്യുന്നവനോ എന്നേക്കും ഇരിക്കുന്നു, നിലനിൽക്കുന്നു. So two things that we have to be very careful about tonight. ഇന്ന് രാത്രി നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. First thing is the
object of our love. ഒന്നാമത്തെ കാര്യമാണ് നമ്മൾ സ്നേഹം വച്ചിരിക്കുന്ന വസ്തുവിനെ കുറിച്ച്. The second thing is the source of love. രണ്ടാമത്തെ നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടത്തെ കുറിച്ച്. Everybody, whoever is listening to these words, I urge you in the name of God, just because it is written God is love doesn't mean that you have to love this world. ഇന്ന് ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരോടും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ്, ദൈവം സ്നേഹമാകുന്നു എന്ന് എഴുതി വെച്ചിരുന്ന കാര്യങ്ങൾ മാത്രമല്ല നമ്മൾ നോക്കേണ്ടത്. Do not love this world. Once again I pray. ഒരിക്കൽ കൂടി ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ഈ ലോകത്തെ സ്നേഹിക്കരുത്. Be careful about the object of your love as well as the source of your love. നിങ്ങളുടെ ജീവിതത്തിലെ സ്നേഹിക്കുന്ന വസ്തുവിനെയും സ്നേഹത്തിന്റെ ഉറവിടത്തിനെയും കുറിച്ച് നിങ്ങൾ സൂക്ഷിച്ചു കൊള്ളുക. May God bless the hearing of this word. നിങ്ങൾ എല്ലാവരെയും ദൈവം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. 3-ാം അധ്യായം 1, 2, 3 വചനങ്ങൾ വായിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് സ്വതകാഴ്ച എടുക്കാണ്ട് നമുക്ക് പാട്ടുകൾ പാടാം. 3-ാം അധ്യായം യോഹന്നാൻ എഴുതിയ ലേഖനം അതിന്റെ 3, 1, 2, 3 വാക്യങ്ങൾ നിങ്ങളുടെ മുമ്പാകെ വായിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കേട്ടത് സ്നേഹത്തെ കുറിച്ചാണ്. അതിന്റെ കണ്ടിന്യൂഷൻ ആയി തന്നെ നമുക്ക് തോന്നുന്നു ഇന്നും നമ്മൾ കേട്ടത് ഈ സ്നേഹത്തെ കുറിച്ച് തന്നെയാണ്. പക്ഷേ സ്നേഹിക്കേണ്ട വസ്തുക്കൾ എന്തൊക്കെ, നമ്മുടെ സ്നേഹത്തിന്റെ ഉറവിടം എവിടെ, ഈ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ പഠിച്ചു. 3-ാം അധ്യായം 1-ാം വാക്യം, കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് നമുക്ക് എത്ര വലിയ സ്നേഹം നൽകിയിരിക്കുന്നു, അങ്ങനെ തന്നെ നാം ആകുന്നു എന്ന് വായിച്ചു നിർത്തുമ്പോൾ ഒരു ക്വസ്റ്റ്യൻ മാർക്കിട്ട് നമ്മൾ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, അങ്ങനെ തന്നെ നമ്മൾ ആകുന്നുവോ എന്ന്. മുന്നോട്ട് വായിക്കുന്നു, ലോകം അവനെ അറിഞ്ഞിട്ടില്ലായതുകൊണ്ട് നമ്മെയും അറിയുന്നില്ല. പ്രിയമുള്ളവരെ, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നത് ആകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കുമ്പോൾ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശ്യന്മാർ ആകുമെന്ന് നാം അറിയുന്നു. അവനിൽ ഈ പ്രത്യാശയുള്ളവനെല്ലാം അവൻ നിർമ്മലനായിരിക്കുന്നത് പോലെ തന്നെ നിർമ്മലീകരിക്കുന്നു. ക്രിസ്ത്യൻ ജീവിതത്തെ കുറിച്ച് പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മൾ ആരും 100% പരിശുദ്ധമായി ജീവിച്ചു എന്നുള്ളതല്ല. നമ്മൾ മുന്നോട്ടുള്ള ജീവിതം അറിഞ്ഞ വചനത്താൽ ജീവിതത്തെ കഴുകി എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ അർത്ഥം ഉണ്ടാകുന്നതെന്ന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയും കേട്ടു. നമ്മുടെ ജീവിതത്തിൽ എല്ലാം ഉണ്ടായിട്ടും സ്നേഹമില്ല എങ്കിൽ നമ്മളെ കൊണ്ട് ഒരു ഉപയോഗവുമില്ല. ഇന്ന് നമ്മളോട് ദൈവത്തിന്റെ വചനം സംസാരിച്ചത് ആ സ്നേഹം എവിടെ ആയിരിക്കണം, ആ സ്നേഹം നമ്മൾ എവിടെ വെക്കണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം നമ്മൾ പഠിച്ചത് ഈ സ്നേഹത്തിന്റെ ഉറവിടം ഈ ലോകത്തിലാകുന്നതല്ല, നമ്മുടെ പിതാവാൻ ദൈവത്തിൽ നിന്ന് മാത്രം നമുക്ക് ലഭിക്കേണ്ട ഒരു കാര്യമാണ്. നമുക്ക് അങ്ങനെ നിമിഷം പ്രാർത്ഥിക്കാം. പിതാവ് ദൈവം ഞങ്ങൾക്ക് നൽകി തന്ന വചനത്തിൽ അങ്ങ് സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്തപ്പാ. കഴിഞ്ഞ ആഴ്ച ഞങ്ങളോട് സംസാരിച്ച അതേ കാര്യം തന്നെ ഞങ്ങളുടെ ജീവിതത്തിൽ ഇന്നും അങ്ങ് കേൾപ്പിച്ചിരിക്കുന്നല്ലോ. അങ്ങനെയെങ്കിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പഠിക്കേണ്ട ഈ കാര്യത്തെ ഞങ്ങൾ വളരെ അധികം മനസ്സിലാക്കിക്കൊണ്ട് ഈ ഒരു കാര്യം, ഈ ഒരു വിഷയം ഞങ്ങളുടെ ജീവിതത്തിൽ മുന്നോട്ടുള്ള ദിവസങ്ങളിൽ ഞങ്ങളോട് എന്നും സംസാരിക്കത്തക്ക വിധം ഈ ഒരു വചനം ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ചെറിയ കുട്ടി മുതൽ ഇവിടെ കടന്നു വന്നിരിക്കുന്ന മാതാപിതാക്കൾ ഓരോരുത്തരും ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. അങ്ങയുടെ സ്നേഹത്തിൽ ജീവിപ്പാൻ, അങ്ങയുടെ സ്നേഹം മറ്റുള്ളവരുടെ ജീവിതത്തിൽ പങ്കിടുവാൻ, അങ്ങയുടെ സ്നേഹത്തിന്റെ ഒരു ഉറവിടമായി ഈ ലോകത്തിൽ ജീവിക്കുവാൻ ഞങ്ങളെ അങ്ങ് എടുത്ത് ഉപയോഗിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയയുടെ സ്ഥലത്ത് പ്രവർത്തിക്കുന്നതിനായിരിക്കുന്ന സ്ഥലത്ത് ദൈവം അങ്ങയുടെ കരുണയെ, അങ്ങയുടെ കരുതൽ താങ്ങുവാനാണെന്ന് പ്രാർത്ഥിക്കുന്നു. വീണ്ടും തിരിച്ചു വന്ന് അങ്ങയുടെ സ്നേഹത്താൽ അങ്ങനെ ആരാധിക്കുവാൻ ഞങ്ങൾ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പൊ ഇവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികളെ പ്രാർത്ഥിക്കുന്നു. അവർ സ്കൂളിൽ കടന്നു പോകുമ്പോൾ അവരുടെ പഠനകാര്യങ്ങൾ, അവരുടെ മാതാപിതാക്കളെ എല്ലാവരുടെയും ജീവിതത്തിൽ ഈ സ്നേഹം കാണിച്ചുകൊണ്ട് ഞാൻ യേശുവിന്റെ കുഞ്ഞ് എന്നുള്ള ആ ഒരു ഉറപ്പോടെ ജീവിക്കുവാനായിട്ട് അവർ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ബാക്കിയുള്ള സമയത്ത് ഞങ്ങളുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് ഇന്ന് ഞങ്ങളുടെ സംസാരിച്ച പ്രിയ ജീവദാസിനെ കുടുംബത്തെയും ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചുകൊണ്ട് സ്നേഹം ദൈവത്തിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കുവാനാണ് പിതാവേ. ആമേൻ. നമുക്ക് പാട്ട് പാടി പുസ്തകം പ്രവേശിക്കും.